ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ലക്ഷ്യ സ്കൂൾ പ്ലസ്. നമ്മൾ 5 മിനിറ്റിനുള്ളിൽ 5 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിനാണ്. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ എങ്ങനെയാണ് ഡിപ്രിസിയേഷന്റെ അക്കൗണ്ട്, മെഷീനറി അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തതിനെ കുറിച്ചാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. മിസ് രാധിക ടെക്സ്റ്റൈൽ മിൽസ് പർച്ചേസ്ഡ് എ മെഷീനറി ഓൺ 1st April 2015 for 2 lakh and spent 30,000 for its installation. സോ അപ്പൊ എന്താണ് 2,30,000 രൂപയായിരിക്കും എന്ത് ആ മെഷീനറിയുടെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത്. കാരണം നമുക്ക് റെഡി ടു യൂസ് ആകുന്ന വരെയുള്ള എല്ലാ എക്സ്പെൻസും നമുക്ക് മെഷീനറിയുടെ വാല്യൂ ആയിട്ട്, അസറ്റിന്റെ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ അത് നമ്മൾ എടുത്തു. അനദർ മെഷീൻ വാർ പർച്ചേസ്ഡ് ഓൺ January 1st 2017 ഫോർ 30,000 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഒരു അഡീഷണൽ മെഷീനറി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അത് January 1st 2017 ആണ്. സോ അത് നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ഡിപ്രിസിയേഷൻ ഈസ് ചാർജ് അറ്റ് ദ റേറ്റ് ഓഫ് 20% ഓൺ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഷോ മെഷീനറി അക്കൗണ്ട് അപ് ടു 31st March 2018 ആണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മെഷീനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഫസ്റ്റ് ഇയർ നമുക്കറിയാം 1st April 2015 2 lakh rupees 30,000. അപ്പോൾ 2,30,000 rupees എന്ത് ചെയ്യണം, നമുക്ക് ക്യാഷ് ആയിട്ട് കൊണ്ടുവരണം. സോ നമ്മൾ എന്ത് ചെയ്തു, 1/4/15 ക്യാഷ് ആയിട്ട് 2,30,000 രൂപ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി 31/3/2016 ആവുന്ന സമയത്ത് നമുക്കറിയാം 31st March അക്കൗണ്ട് എൻഡ് ചെയ്യുന്നത്. സോ 31st March 2016 നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തു. അതെങ്ങനെയായിരുന്നു, 2,30,000 ഇൻറ്റു 20% നമ്മൾ എന്ത് ചെയ്തു, ഡയറക്റ്റ് കാൽക്കുലേറ്റ് നമുക്ക് കിട്ടുന്നത് 46,000 ആണ്. സോ നമ്മൾ എന്ത് ചെയ്തു, ബാലൻസ് ചെയ്തു 2,30,000 അതിൽ നിന്ന് 46,000 കുറച്ചു. നമുക്ക് എത്ര കിട്ടി, 1,84,000 കിട്ടി. ഇതായിരിക്കും നമ്മളുടെ എന്ത് അടുത്ത വർഷത്തേക്കുള്ള നമ്മളുടെ ബ്രോഡ് ഡൗൺ വാല്യൂ എന്ന് പറയുന്നത്. നമ്മളിവിടെ ക്യാരി ഡൗൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ബ്രോഡ് ഡൗൺ ചെയ്യുന്ന സമയത്ത് നോക്കി, 1/4/16 നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്യുന്നത്. 1,84,000 രൂപ ബ്രോഡ് ഡൗൺ ചെയ്തു. ഇനി 31/3/17 നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യേണ്ടത്. സോ അങ്ങനെ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ 1/1/2017 ഒരു അഡീഷണൽ മെഷീനറി കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, വാങ്ങുന്നുണ്ട്. സോ അത് നമുക്ക് എന്ത് ചെയ്യണം, നമ്മളുടെ മെഷീനറി അക്കൗണ്ടിലേക്ക് കൊണ്ടുവരണം. നമ്മൾ കൊണ്ടുവന്നു 1/1/2017 ക്യാഷ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തു, 30,000 രൂപ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഈ 30,000 രൂപ നിൽക്കട്ടെ. ഇനി ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഈ രണ്ടാമത്തെ മെഷീനറിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, ഒരു വർഷത്തേക്ക് മുഴുവൻ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. കാരണം നമ്മൾ 31/3/17 ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 1/1/17 ഈ മെഷീനറി പുതിയത് വരുന്നത്. അപ്പൊ രണ്ടാമത്തെ മെഷീനറിക്ക് 1, 2, 3 മാസം ഡിപ്രിസിയേഷൻ മാത്രം നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, ചാർജ് ചെയ്യത്തുള്ളൂ. 1,84,000 രൂപയ്ക്ക് ഈ പൈസക്ക് നമ്മൾ എന്ത് ചെയ്യണം, മൊത്തം ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യും വേണം. അപ്പൊ നമുക്ക് നോക്കാം ഡിപ്രിസിയേഷൻ എങ്ങനെ വരുന്നതെന്ന്. 1,84,000 ഇൻറ്റു 20/100 ചെയ്താൽ 36,800 ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഡിപ്രിസിയേഷൻ കിട്ടുക. ഇനി നമ്മൾ രണ്ടാമത്തെ മെഷീനറിയുടെ 30,000 രൂപ അഡീഷണൽ മെഷീനറി വാങ്ങിയ ഡിപ്രിസിയേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, 30,000 ഇൻറ്റു 20/100 ഇൻറ്റു 3/12. എന്തുകൊണ്ടാണ് 3/12 ചെയ്തത്, അത് 3 മാസം മാത്രം എന്ത് ചെയ്തിട്ടുള്ളൂ, നമ്മൾ ആ ഒരു മെഷീനറി യൂസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, 3/12 നമ്മൾ എന്ത് ചെയ്തത്. അപ്പൊ നമുക്ക് 1,500 രൂപ കിട്ടും. ടോട്ടൽ 38,300 രൂപയാണ് എന്ത് ചെയ്യുക, സെക്കൻഡ് ഇയറിലെ ഡിപ്രിസിയേഷൻ നമുക്ക് കിട്ടുന്നത്. സോ നമ്മൾ എന്ത് ചെയ്തു, ആ 38,300 എന്ത് ചെയ്തു, ഇവിടെ ഡിപ്രിസിയേഷനായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതി വെച്ചു. സോ നമ്മൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത് 2,14,000 രൂപയാണ് രണ്ട് സൈഡിലും വരുന്നത്. നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യുന്ന എത്രയാണ്, 2,14,000 നിന്ന് 38,300 ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ലെസ് ചെയ്യുന്നത്. അപ്പോൾ ബാലൻസ് നമുക്ക് 1,75,700 ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത്. ഇനി നോക്കി 1/4/2017 നമുക്ക് ബാലൻസ് കിട്ടുന്നത് 1,75,700 ആണ്. നമ്മളിവിടെ ക്യാരി ഡൗൺ ചെയ്തു, ഇങ്ങോട്ട് എന്ത് ചെയ്തു, ബ്രോ ഡൗൺ ചെയ്തു. ഇനി 31/3/2018 ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. ഈ 1,75,700 20% എന്താ ചെയ്താൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. സോ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 35,140 ആണ് എന്ത് ചെയ്യുക, കിട്ടുക, ഡിപ്രിസിയേഷൻ ആയിട്ട് കിട്ടുക. സോ നമ്മൾ പിന്നെയും ക്യാരി ഡൗൺ ചെയ്യുന്ന നോക്കുക. 1,75,700 1,75,700 അതിൽ നിന്ന് 35,140 കുറച്ച് കഴിഞ്ഞാൽ 1,40,560 ആണ് എന്ത് ചെയ്യുക, നമുക്ക് ബാലൻസ് ക്യാരി ഡൗൺ കിട്ടുക. അത് നമ്മൾ 1/4/18 എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ 1,40,560 നമ്മൾ ഡിപ്രിസിയേഷൻ ആയിട്ട് ബ്രോ ഡൗൺ ചെയ്ത്, അല്ലെങ്കിൽ മെഷീനറിയുടെ വാല്യൂ ആയിട്ട് ബ്രോ ഡൗൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളോട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഏതുവരെയാണ്, 31 മാർച്ച് 2018 വരെയാണ് എന്ത് ചെയ്തിരിക്കാൻ പറഞ്ഞിരിക്കുന്നത്, നമ്മളോട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഈ ഒരു വിധത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഡിപ്രിസിയേഷൻ അക്കൗണ്ട് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ മെഷീനറി അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. സോ ഇത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിന്റെ കാര്യം നമുക്കറിയാം. നമ്മൾ എല്ലാ വർഷവും സെയിം എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ ആയിരിക്കും സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് പ്രകാരം ചാർജ് ചെയ്യുന്നത്. അവിടെ നമുക്ക് പ്രത്യേകിച്ച് കൺഫ്യൂഷന്റെ ആവശ്യമില്ല. പക്ഷെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ബുക്ക് വാല്യൂ ഓഫ് അസറ്റിന്റെ ആയിരിക്കും അല്ലെ, നമ്മൾ
ഓരോ വർഷം ഡിപ്രിസിയേഷൻ കുറച്ചിട്ടുള്ള വാല്യൂവിൽ നിന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കുക. സോ മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് വരാൻ സാധ്യതയുള്ളത് റിട്ടേൺ ഓൺ വാല്യൂ മെത്തഡായിരിക്കും. കുറച്ച് ട്വിസ്റ്റിംഗ് ആയതുകൊണ്ട് അതായിരിക്കും നമുക്ക് കൂടുതൽ ചോദിക്കാനായിട്ട് സാധ്യതയുള്ളൂ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സ് ഇടുക, നമുക്ക് എന്ത് ചെയ്യാം, ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തന്നെ മുന്നോട്ട് പോകാം. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുകയാണ്. ഡിപ്രിസിയേഷൻ അക്കൗണ്ട് അല്ലെങ്കിൽ മെഷീനറി അക്കൗണ്ട് ഡിപ്രിസിയേഷൻ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.